ഇതാണ് നമ്മൾ പറഞ്ഞ ചീറ്റ റിഗ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഇടണ്ടായിരുന്നു ഈ പറഞ്ഞ LCG MOM പിന്നെ ഈ ഒരു വേൾഡ് എക്സ്പെൻസീവ് RC കാർസിൻ്റെ കാറ്റഗറിയിൽ വന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് യൂസ് ചെയ്യണത് സംഭവം. അതായത് റോക്ക് ക്രൗളിംഗ് ആണ് മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസും തന്നതും ഇത്ര എക്സ്പെൻസീവ് ആണുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൈസാണ്, പിന്നെ അതിൻ്റെ ഓരോ ക്വാളിറ്റിയും അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഓരോ ഔട്ട്പുട്ട് കൊണ്ടാണ് ഇതിന് ഇത്രയും എഫിഷ്യൻസി തന്നെ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ സ്ട്രക്ചറാണ്, അതുകൊണ്ടിട്ടാണ് ഇതിന് കൂടുതലും പെർഫോമൻസ് കിട്ടണത്. അപ്പോൾ ഞാൻ എന്താണെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ പെർഫോമൻസ് ടയറിനെ കുറിച്ച് തന്നെ കേട്ടോ. ഇത് ജെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടയറാണ്. പിന്നെ ഒരു SSD എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഈ അലോയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ബെഡ് ലോക്കാണ് ആ സംഭവം. അപ്പോൾ ഈ ജെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടയർ എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ്, അതായത് നമ്മൾ സ്റ്റിക്കി ആയിരിക്കും. എവിടെയെങ്കിലും ഒന്ന് ഒരു ചെറിയൊരു ടോർക്ക് കിട്ടിയ സാധനം നേരെ പിടിച്ച് കയറണ ഒരു ടൈപ്പാണ് കേട്ടോ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രൈസ് ഉണ്ട് അതിന്. ഈ ഒരു 4 ടയറിന് തന്നെ നമുക്ക് നാട്ടിലെ വലിയ വണ്ടിയുടെ 4 ടയർ മാറ്റാൻ പറ്റണ അത്രയും പ്രൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയെന്ന് അറിയാൻ പറ്റും, ഇതിൻ്റെ പ്രൈസും റേറ്റൊക്കെ. അതിൻ്റെ പെർഫോമൻസ് ലെവലും അറിയാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാപ്ര ആക്സിലാണ്, ആക്സിൽ ഫ്രണ്ടും ബാക്കും അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നമുക്ക് ഈ ഒരു ഫ്രീ റേഞ്ചിൽ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി ആക്സിലാണ്. പിന്നെ നെക്സ്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോബി വിങ്ങിൻ്റെ 2-in-1 മോട്ടറാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ FOC എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ പവറിൽ ഈ സാധനം എവിടെയാണെങ്കിലും നമുക്ക് ക്രൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇതിനകത്ത് കിട്ടാൻ കേട്ടോ. അതാണ് മോട്ടർ നമുക്ക് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മോൺസ്റ്ററിൻ്റെ ഒരു പാറ്റേണിലാണ്, ആ ലുക്കിലാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സംഭവം. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൗണ്ടിൻ്റെ ഒരു സംഭവം ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഇതിൽ വേറെ എക്സ്ട്രാ ഷെല്ല് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെല്ല് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓരോ സംഭവങ്ങളും വ്യത്യസ്തമായിട്ട് ഉള്ള ഷെല്ല് യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള സംഭവം ഈ GWയുടെ ഒരു സെർവോ. ഈ സെർവോ എന്ന് വെച്ചാൽ 45 kg ഡിജിറ്റൽ സെർവോയാണ് കേട്ടോ. ഇത് 3S ഡിജിറ്റൽ സെർവോയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുടെ പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 3S ബാറ്ററി സിസ്റ്റമാണ് ചെയ്തേക്കണം. 3S ബാറ്ററിയാണ് ഇപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബാറ്ററി അല്ല ഇപ്പോൾ അതിപ്പോൾ എനിക്ക് ഓർഡർ ചെയ്തിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല, കുറച്ച് ഡിലേ ഉണ്ട് വരാനായിട്ട്. ശരിക്കും ഇത് ഒരു ഇത്ര വരാവുള്ളൂ ബാറ്ററി. ഇത് കുറച്ച് ലെങ്തി ആണ്. എങ്കിലും ഇതിനകത്ത് കറക്റ്റ് ഈ ക്യാബിനിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോക്ക് അബ്സോർബറാണ്. ഈ ഷോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് പ്രഷർ ഷോക്കാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഇവിടെ കണ്ടിട്ടുള്ള നമ്മൾ കാണാറുള്ള നമ്മുടെ എന്താ പറയണ ഈ ഓയിൽ ഫീൽഡ് സസ്പെൻഷൻ അങ്ങനത്തെ സംഭവത്തിനെക്കാട്ടും ഇതായിട്ട് ഇതെപ്പോഴും ഇങ്ങനെ ലോഡ് ചെയ്തിരിക്കും. എപ്പോഴാണ് വണ്ടി കുറച്ച് ലെങ്തി ആണ് ആ സമയത്ത് മാത്രം ഇത് താഴത്തേക്കാണ്, നെഗറ്റീവായിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി എവിടെ കയറിയാലും ആ അബ്സോർപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും ഇങ്ങനത്തെ. പിന്നെ ഇതിൻ്റെ ആർട്ടിക്കുലേഷനൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിൽ വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നാൻ വണ്ടിയുടെ ഇത് കണ്ട 3 ടയറും താഴത്തിങ്ങനെ മുട്ടിയാലും വണ്ടി ഇങ്ങനെ പൊങ്ങും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കണ്ട ഇത്രയും നമുക്ക് ലെവലിൽ അതിൻ്റെ ആർട്ടിക്കുലേഷൻ ടയറിൻ്റെ കിട്ടാണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിമാട്ടാ. ഇതിൻ്റെ ഫ്രെയിമാണ് നമ്മൾ ചെയ്തിട്ടുള്ള. ഇത് ഒരു പ്രോപ്പർ ജിയോമെട്രിക്കൽ ലെവലിൽ ചെയ്തിട്ടുള്ള ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഞാൻ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്ട. മലേഷ്യയിലൊരു കിടിലൻ ഡാവുണ്ട്, ഇത് മാത്രം ചെയ്യണം. അപ്പോൾ ഡാവിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കുറേ നാളുകളെടുത്ത് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും എനിക്കൊരു 7-8 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു, കാരണം ഫണ്ട് അത്രയും റെഡി ആകാനുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഓരോ പാർട്സും അതനുസരിച്ച് സ്റ്റഡി ചെയ്ത് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള കുറേ സമയമെടുത്ത്.
പിന്നെ ഇതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഹോബി വിങ്ങിൻ്റെ തന്നെ പ്രോഗ്രാം കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുമ്പോഴേക്കും ആ പ്രോഗ്രാം കാർഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതെല്ലാം കറക്റ്റ് ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് എവിടെയൊക്കെ പോയാലും നമുക്ക് കറക്റ്റായിട്ട് ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് മേളിലേക്ക് ക്രൗൾ ചെയ്ത് കയറ്റാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. പിന്നെ ഈ ടയറും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പെർഫോമൻസ് കൊടുക്കുന്നതിന്. പിന്നെ ഈ ഇ എസ് സി ഇതിനകത്ത് 2-in-1 ആണ്. അതായത് ഹോബി വിങ്ങിൻ്റെ ഈ മോട്ടറിൽ തന്നെയാണ്, ഈ 3S മോട്ടറിൽ തന്നെയാണ് ഇ എസ് സിയും ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അത് 2-in-1 എന്ന് പറയണം. അപ്പോൾ മൊത്തത്തിൽ പുലി ഐറ്റം തന്നെ. കാരണം ഞാനിത് ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഇത്രയും വലിയ പെർഫോമൻസ് ഉള്ള RC കാർ വേറെ ഞാൻ ഓടിച്ചിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിനെ വെട്ടാൻ വേറെ സാധനം ഇല്ല. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ഈ ഒരു ഐറ്റം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനത്തെ ടീം ഉണ്ടാകുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓക്കെ, ഞാനിതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലെവലാണ് കേട്ടോ സാധനം. അതൊക്കെ ഇടലിനായിട്ട് കയറിപ്പോവും. അപ്പം ഇത് ഹൈ പെർഫോമൻസ് ആണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നമ്മൾ ചെയ്ത വർക്ക് പൊള്ളിയായിട്ടുണ്ട്. അപ്പം ഇത്രയും പൈസ മുടക്കിയെങ്കിലും സാധനം അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാം. കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പതിയെ ചെയ്താൽ മതി. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, കുറേ നാൾ ഇതിൻ്റെ പുറകെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുത്തോട്ടാ. ഇതൊരു പുതിയൊരു സംഭവമല്ലേ, എല്ലാവരും ഇങ്ങനെ കാണാത്തൊരു സാധനമല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഇതിൻ്റെ കുറച്ച് അടിപൊളി സ്റ്റണ്ടിങ്ങും ഇങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചർ പരിപാടികളും ഞാൻ കാണിച്ചു തരാം, എങ്ങനെയൊക്കെ അത് പെർഫോം ചെയ്യണം എന്നുള്ള. അപ്പോൾ ഓക്കെ, സീ യു. അപ്പോൾ ഓണായിട്ടിരിക്കും. അടിപൊളി. ബൈ.